മലമ്പുഴയിൽ ആരാകും UDF സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. സുരേഷിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. VS അച്യുതാനന്ദന്റെ മുൻ PA ആയിരുന്ന സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ നാളെ സുരേഷ് പങ്കെടുക്കും. KPCC നേതാക്കൾ സുരേഷുമായി ചർച്ച നടത്തി. സാജിദ് അജ്മൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. UDFിന്റെ ഉന്നത നേതാക്കൾ തന്നെ ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ക്ഷണിക്കുകയും ചെയ്തു. നിരന്തരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കൾ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത്. ഞാൻ എൻ്റെ നിലപാടും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ നിലപാടിൽ ഒരിക്കലും ഞാൻ മായം കലർത്താനോ വെള്ളം ചേർക്കാനോ തയ്യാറല്ല. ആ ഇടതുപക്ഷ നിലപാട് കൂടി തന്നെ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതി നിലപാടുള്ള ഒരാളാണ് എന്ന് അവരോട് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെയും അത് അവരോട് പറഞ്ഞിരുന്നു. ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. സാജിദ് അജ്മലിലേക്കാണ് വിവരങ്ങൾക്കായി. സാജിദ്, അങ്ങനെ പുതുയുഗ യാത്രയിലേക്ക് സുരേഷ് എത്തുന്നു. മലമ്പുഴയിൽ UDF സ്വതന്ത്രനാകും എന്നുള്ള കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു. മലമ്പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം, കോൺഗ്രസ് അത്ര വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമല്ല. പക്ഷേ സുരേഷിന്റെ വരവ് കാര്യങ്ങളെ കുറച്ചുകൂടെ ഭേദപ്പെട്ടതാക്കും, അല്ലെങ്കിൽ മാറ്റിമറിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ സുരേഷ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള വാർത്ത വളരെ നിർണായകമാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം. ജിൽസി, തീർച്ചയായും ഈ പുതുയുഗ യാത്രയിലൂടെ വലിയ വിസ്മയങ്ങൾ തീർക്കുമെന്നാണ് UDFിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് VD സതീശൻ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിസ്മയമാണ് പാലക്കാട് യാത്ര എത്തുമ്പോൾ സുരേഷ്, VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റായ സുരേഷ് ഈ ജാഥയിൽ പങ്കെടുക്കുകയും അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യും എന്നുള്ളത്. ഈ സുരേഷുമായി നേരത്തെ തന്നെ KPCC നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. ഇന്നലെയാണ് AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, KC വേണുഗോപാലും VD സതീശൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹവുമായി ചർച്ച നടത്തിയ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാകില്ല, എന്തായാലും UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കായിരിക്കാം മലമ്പുഴയിൽ മത്സരിക്കുക. നാളെ പാലക്കാട് ആണ് ജാഥയുടെ ജില്ലയിലെ സമാപനം നടക്കുന്നത്. ആ കോട്ടമൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ VS അച്യുതാനന്ദന്റെ PA ആയ സുരേഷ് പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുകയും ചെയ്യും. ഈ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് എന്തായാലും പ്രഖ്യാപനം പിന്നീടാണ് ഉണ്ടാവുക. അത് സംബന്ധിച്ച് ധാരണയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മലമ്പുഴയിൽ ഇത് എന്തായാലും ഒരു തീപാറും പോരാട്ടത്തിലേക്ക് നയിക്കും. ജിൽസി സൂചിപ്പിച്ച പോലെ മലമ്പുഴ ഈ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ ഏതാനും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ അവിടെ 3ാം സ്ഥാനത്താണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അത് VK ശ്രീകണ്ഠന് വലിയ തോതിൽ വോട്ട് ഉയർത്താൻ കഴിഞ്ഞു. അപ്പോഴും 2ാം സ്ഥാനത്താണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്തായാലും ആ 3ാം സ്ഥാനം എന്നുള്ളത് മാറ്റുന്നതിന് കഴിയും എന്ന് കോൺഗ്രസ് ഉറച്ച് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദനൊപ്പം നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഈ യാത്ര ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എവിടെയെല്ലാമാണ് ഈ വോട്ടുകൾ കരസ്ഥമാക്കേണ്ടത് എന്ന് സുരേഷിന് കൃത്യമായി അറിയാം. അങ്ങനെ VSനെ സ്നേഹിക്കുന്ന ആളുകളുടെ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ചേർക്കാൻ കഴിയുമെന്ന് UDF വിശ്വസിക്കുന്നു. എന്തായാലും വലിയൊരു നീക്കത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തുടക്കം ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് ഈ ജാഥ എത്തുമ്പോൾ PK ശശി ചെറുപ്പശ്ശേരിയിലോ മണ്ണാർക്കാടോ പങ്കെടുക്കുമെന്നൊരു വാർത്ത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും CPMന് വലിയ തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല.